ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. നിമിഷ സ്മാർട്ട് കുക്കിംഗ് നിങ്ങളെല്ലാവരെയും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് സ്ട്രീറ്റ് സ്റ്റൈൽ നമുക്ക് ചോലെ ഭട്ടൂര എന്നിങ്ങനെ റെഡിയാക്കുന്ന നല്ല പെർഫെക്റ്റ് ആയിട്ട് ചോലെ ഭട്ടൂര നമുക്ക് വീട്ടിൽ തന്നെ എടുക്കാവുന്നേ ഉള്ളൂ. നല്ല സിമ്പിളായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാൻ. കണ്ടില്ലേ, അകത്ത് നല്ല ഇതുപോലെ ആയിട്ടിരിക്കുന്നത് കണ്ടോ? ഇതുപോലെ തന്നെ വേണം ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ഒരു കപ്പ് ഞാനാണെങ്കിൽ ചോല എടുത്തിട്ടുണ്ട്. ഇത് രാത്രി മുഴുവൻ നമുക്ക് സോക്ക് ചെയ്ത് വെക്കാം, അല്ലെങ്കിൽ ഒരു 8-9 മണിക്കൂറത്തേക്ക് സോക്ക് ചെയ്ത് വെക്കുക. അതിനുശേഷം നമുക്ക് വെള്ളമെല്ലാം കളഞ്ഞ് പ്രഷർ കുക്കറിൽ ഇട്ട് കൊടുക്കാം. പിന്നെ തേയില വെള്ളം ഞാൻ ഉണ്ടാക്കി, അത് പഞ്ചാര ഇടാൻ പാടില്ല. 1 ടീസ്പൂൺ നമുക്ക് ഒരു ഗ്ലാസ് വെള്ളത്തിൽ 1 ടീസ്പൂൺ നമുക്ക് തേയില ഇട്ട് തിളപ്പിച്ചതിന് ശേഷം നമുക്ക് ആ അരിച്ചിട്ട് നമുക്ക് അതിനകത്ത് ഒഴിച്ചു കൊടുക്കണം. അതിന് ശേഷം നമുക്ക് ബേ ലീവ്സ്, കറുവാപ്പട്ട, ഗ്രാമ്പൂ, ഏലക്ക, പിന്നെ ഒരു നുള്ള് നമുക്ക് ബേക്കിംഗ് സോഡയും 1 ടീസ്പൂൺ നമുക്ക് സോൾട്ടും ഇട്ട് കൊടുക്കാം. ഇത് നമുക്കാണെങ്കിൽ അതിനകത്ത് 1 ഗ്ലാസ് വെള്ളം, അല്ലെങ്കിൽ കടലയുടെ മുകളിൽ നിൽക്കുന്ന അത്രയും വെള്ളം വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഹൈ ഫ്ലെയിമിൽ നമുക്ക് 1 വിസിൽ വെക്കാം. അതിന് ശേഷം ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ നമുക്കൊരു 4 വിസിൽ, ടോട്ടൽ നമുക്ക് 5 വിസിലിൻ്റെ ആവശ്യമുണ്ട്. ഇത് നമുക്കാണെങ്കിൽ 100 ഗ്രാം റവ വേണം. റവ വറുത്തോ വറുക്കാത്തോ ഏതാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ചെറിയൊരു ചൂടുവെള്ളം നമുക്ക് അതിനകത്ത് ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി വെക്കാം. ഇത് നമുക്കാണെങ്കിൽ 1/2 കിലോ, 1/2 kg ഞാനാണെങ്കിൽ മേദ എടുത്തിട്ടുണ്ട്. അതിനകത്ത് നമുക്കാണെങ്കിൽ നോക്കാം എന്തൊക്കെയാണ് ആവശ്യമുള്ളത്. ഇത് നന്നായിട്ട് ഇതുപോലെ മിക്സ് ആക്കി വെക്കണം കേട്ടോ. ചെറിയൊരു ചൂടുവെള്ളം ഒഴിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ സോഫ്റ്റായി കിട്ടും റവ. അതിന് വേണ്ടിയായിട്ട് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ 1/2 kg ഞാൻ മേദ എടുത്തിട്ടുണ്ട്. അത് നമുക്കാണെങ്കിൽ 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും എടുക്കണം. ഇതുപോലെ നല്ലതായിട്ട് ലെവലാക്കിയിട്ട് വേണേ എടുക്കാൻ, കണക്കൊന്നും തെറ്റാൻ പാടില്ല. ഇതുപോലെ തന്നെ വേണം എടുക്കാനായിട്ട്. ഇനി നമുക്ക് 1 ടീസ്പൂൺ പഞ്ചസാര ഇട്ടെടുക്കാം, 1 ടീസ്പൂൺ നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം, 2 ടേബിൾ സ്പൂൺ നമുക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്കാണെങ്കിൽ 5 ടേബിൾ സ്പൂൺ തൈര്, ഇച്ചിരി പുളിയുള്ള തൈര് വേണേ എടുക്കാനായിട്ട്. ഒരു 5 ടേബിൾ സ്പൂൺ നമുക്ക് തൈരും കൂടെ ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്കകത്ത് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് നന്നായിട്ട് സോഫ്റ്റായിട്ട് നമുക്ക് കയ്യിലൊക്കെ ഒട്ടുന്ന പാകം, നല്ല എത്രയും നമുക്ക് ലൂസാക്കാൻ പറ്റുന്നോ അത്രയും ലൂസാക്കി വേണം ഇതിൻ്റെ ഡോ നമുക്ക് റെഡിയാക്കിയ മാവ് കുഴച്ചെടുക്കാനായിട്ട്. ഈ റവയൊക്കെ നമ്മൾ കുതിർത്തി വെച്ചില്ലായിരുന്നു, അതും കൂടെ അതിനകത്തൊന്ന് ആഡ് കൊടുക്കാം. നന്നായിട്ട് കുറേശ്ശെ ആയിട്ട് വെള്ളം ഒഴിച്ച് നല്ല സോഫ്റ്റ് ഡോ നമുക്ക് റെഡിയാക്കിയെടുക്കാം. നിങ്ങൾക്കിപ്പോൾ നമ്മൾ കുഴച്ച് കഴിയുമ്പോൾ നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ കയ്യിലൊക്കെ ഒട്ടുന്ന ഭാഗമാണ്, പേടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നമ്മൾ എത്രയും സോഫ്റ്റ് ആയിട്ടാണ് കുഴക്കുന്നത് വെച്ചാൽ അത്രയും പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ ഭട്ടൂര നമുക്ക് റെഡിയായി കിട്ടും. അപ്പോൾ അതേ കുറേശ്ശെ ഇത് ആദ്യം നമുക്ക് നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. അതിന് ശേഷം വേണം വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കാനായിട്ട്. ഫ്രണ്ട്സ്, നിങ്ങൾക്ക് എൻ്റെ റെസിപ്പീസൊക്കെ എങ്ങനെയാണ്, ഇഷ്ടപ്പെടുന്നുണ്ടോ ഇല്ലയോ എന്ന് അറിയിക്കുക. ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കണേ. പിന്നെ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലാസ്റ്റ് ലൈക്ക് ചെയ്യാനും, പിന്നെ ഇതേവരെ പുതിയ കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാത്തവരോട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നുപോലെ പ്ലീസ്. എത്രയും പറ്റുവാണെങ്കിൽ ഫുള്ളായിട്ട് വീഡിയോസ് കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറന്നുപോലെ. അപ്പോൾ അതിനകത്ത് വെള്ളമൊക്കെ ഒഴിച്ച് നമുക്ക് നല്ല സോഫ്റ്റ് ഡോ നമുക്ക് റെഡിയാക്കിയെടുക്കാം. ഫ്രണ്ട്സ്, നിങ്ങൾ ഇതുപോലെ പുറത്തുനിന്ന് പോയി കഴിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും കഴിച്ചിട്ട് നിങ്ങൾ ടേസ്റ്റ് അറിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും വീട്ടിലത്തെയും പുറത്തേയും കൂടെ എങ്ങനെ. ഇപ്പോൾ നമ്മൾ പുറത്തൊക്കെ പോയി കഴിക്കാൻ നമുക്ക് ഭട്ടൂരയൊക്കെ നമ്മൾ കഴിക്കുക ഭയങ്കര ഓയിലി ആയിട്ട് നമുക്കിങ്ങനെ കയ്യിലൊക്കെ നമുക്ക് തൊടുമ്പോൾ തന്നെ നമുക്ക് തോന്നും ഒത്തിരി എണ്ണ കുടിച്ച് കൂട്ടൊക്കെ തോന്നും. പക്ഷെ നമ്മൾ ഇതുപോലെ വീട്ടിലും ചെയ്ത് എടുക്കുവാണെങ്കിൽ ഒട്ടും എണ്ണ തോന്നത്തില്ല കേട്ടോ. നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത്. പിന്നെ എപ്പോഴാണെങ്കിൽ നമ്മൾ ഭട്ടൂരയൊക്കെ ഉണ്ടാക്കി കഴിക്കുവാണെങ്കിൽ ചൂടോടെ ഉണ്ടാക്കി എന്നാലും നമുക്ക് കഴിക്കണം കേട്ടോ. ഇത് വെച്ച് അല്ലെങ്കിൽ നമ്മളിങ്ങനെ വിചാരിക്കും രാവിലെ ഉണ്ടാക്കി വെച്ചിട്ട് വൈകുന്നേരം കഴിക്കുക, അങ്ങനെ ചെയ്യല് കേട്ടോ. എപ്പോഴാണ് വേണ്ട മാവ് കുഴച്ചതുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെച്ചാൽ മതി. എപ്പോഴാണ് കഴിക്കേണ്ടതെന്ന് വെച്ചാൽ അതനുസരിച്ച് വേണം ഉണ്ടാക്കി നമുക്ക് ചൂടോടെ സെർവ് ചെയ്യാനായിട്ട്. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും കേട്ടോ. കണ്ടില്ലേ, നല്ല സോഫ്റ്റായിട്ട് ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ടായിരുന്നു. എന്നാലും കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് ഒന്നും കൂടെ ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. നല്ല ഒട്ടുന്ന പാകം നമുക്കങ്ങനെ തോന്നുന്നുണ്ട്. ഒട്ടുന്ന പാകം പാത്രത്തിൽ വെച്ച് ഇതേ മാവൊന്നെടുത്ത് ഇതുപോലെ ഒന്ന് അടിച്ചൊന്ന് കൊടുത്താൽ മതി. നമ്മളിങ്ങനെ അടിച്ചടിച്ച് കുഴക്കത്തില്ലേ, അതുപോലെ ചെയ്താൽ മതി കേട്ടോ. അപ്പം നല്ല സോഫ്റ്റായിട്ട് ഒന്നും നല്ല ഫ്ലഫി ആയിട്ട് കിട്ടും കണ്ടോ. നിങ്ങൾക്കിപ്പോൾ തോന്നുന്നുണ്ടായി കൈ ഭയങ്കര ഒട്ടുന്ന പാകം കണ്ടില്ലേ. അപ്പോൾ അത് ഇതുപോലെ ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റായിട്ട് നമുക്ക് പാത്രത്തിലേക്ക് വിട്ട് നമ്മുടെ കയ്യിലൊന്നും തീരെ മാവില്ലാതെ പെർഫെക്റ്റായിട്ട് നമുക്ക് കുഴച്ചെടുക്കാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾ കുഴച്ച് നോക്കി ഇതേ കണ്ടോ, നല്ല സോഫ്റ്റായിട്ട്. നിങ്ങൾ കുഴയ്ക്കുമ്പോഴേ ശരിക്കും നമ്മൾ വീട്ടിൽ ട്രൈ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവത്തുള്ളൂ കേട്ടോ അതിന് ശരിക്കുള്ള പെർഫെക്റ്റ് എങ്ങനെയാണെന്ന്. ഇനി നമുക്കാണെങ്കിൽ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. നന്നായിട്ട് ഒന്നും കൂടെ ഒന്ന് കുഴച്ച് വെക്കാം. നിങ്ങൾക്ക് ഈ പാത്രത്തിൽ തന്നെ വെക്കണമെങ്കിൽ കുറച്ച് എണ്ണയൊക്കെ തടവി ഇതിനകത്ത് തന്നെ അടച്ച് ഒരു നനഞ്ഞ തുണിയും കൊണ്ട് അടച്ച് ചൂടുള്ള സ്ഥലത്ത് വെക്കണേ. അപ്പോൾ പിന്നെ നല്ല പെർഫെക്റ്റ് ആയി ഒരു 2 മണിക്കൂറത്തേക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് നമുക്കിത് വെക്കണം. ഞാനാണെങ്കിൽ ഇതാണെങ്കിൽ മൈക്രോവേവിൽ ഓൺ ചെയ്തിട്ടില്ല, ഓഫായിട്ട് വെക്കും. എന്നിട്ടാണെങ്കിൽ അടച്ച് ഇതുപോലെ എണ്ണയൊക്കെ തടവി നല്ല ടൈറ്റായിട്ട് എയർ ടൈറ്റായിട്ട് ഏതൊരു ഡബ്ബയിൽ ആക്കി നമുക്ക് മൈക്രോവേവിൽ വെക്കാം. മൈക്രോവേവ് ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ ചൂടുള്ള സ്ഥലത്ത് വെച്ച് കൊടുത്താലും മതി കേട്ടോ. നല്ല പെർഫെക്റ്റ് 2 മണിക്കൂർ കൊണ്ട് പാകത്തിനായി നമുക്ക് കിട്ടും. അതുവരത്തേക്ക് നമുക്ക് ചോല നമുക്ക് റെഡിയാക്കി എടുക്കാം. അപ്പോൾ 2 സവാള നീളനെ അരിഞ്ഞ് 5-6 വെളുത്തുള്ളിയും പിന്നെ ഒരു 2 ഇഞ്ചിൻ്റെ കഷ്ണം അത്ര ഇഞ്ചിയും ഒരു 5-6 പച്ചമുളകും കൂടെ അരിഞ്ഞ് ഇതുപോലെ വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു സവാള അതേ വട്ടനെ അരിഞ്ഞ് ഇച്ചിരി നാരങ്ങ നീരും ഒഴിച്ച്
വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് സൈഡിൽ സെർവ് ചെയ്യാൻ വേണ്ടിയുള്ളതാണ് അത്. അപ്പോൾ നമുക്ക് ഒരു ചോപ്പർ എടുക്കാം. ചോപ്പറിനകത്ത് ഇതുപോലെ നല്ലതായിട്ട് ചോപ്പ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ഇതുപോലെ ചോപ്പ് ചെയ്തെടുക്കണമെങ്കിൽ പ്യൂരി റെഡിയാക്കി എടുക്കാവുന്നേ ഉള്ളൂ കേട്ടോ. പക്ഷേ പ്യൂരി നമ്മൾ റെഡിയാക്കി കൊടുക്കുകയാണെങ്കിൽ അത് വഴണ്ട് കിട്ടാനായിട്ട് ഇച്ചിരി സമയം അധികം എടുക്കും കേട്ടോ. ഇങ്ങനെ നമ്മൾ ചെയ്യുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ ചോപ്പ് ചെയ്ത് നമുക്ക് നമ്മളെക്കൊണ്ട് എത്രയും ചെറുതായിട്ട് ചോപ്പ് ചെയ്യാൻ പറ്റും അത്രയും ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് എടുക്കാം. എന്നാൽ പെട്ടെന്ന് തന്നെ ആയി കിട്ടും കേട്ടോ. ഇന്ന് ഒരു 5 തക്കാളി എടുത്തിട്ടുണ്ട്. അതിന് നമുക്ക് ടൊമാറ്റോ പ്യൂരി നമുക്ക് റെഡിയാക്കി എടുക്കാം. മിക്സി എടുത്ത് ഇതുപോലെ അടിച്ചെടുത്താൽ മതി. അപ്പോൾ നമുക്കിനി ചോലി നമ്മൾ നോക്കിയാൽ എങ്ങനെ വെന്തോ ഇല്ലയോ എന്ന് നന്നായിട്ട് എയർ പോയതിന് ശേഷം വേണേ തുറക്കാനായിട്ട്. ഇനി നമ്മൾ അകത്താണെങ്കിൽ ഗ്രാമ്പൂ കറുവാപ്പട്ട ഏലക്കൊക്കെ നമ്മൾ ഇട്ടില്ലേ, ഇനി ഇതിൻ്റെ ആവശ്യമില്ല കേട്ടോ. ഇത് നമുക്കിനി എടുത്ത് മാറ്റാവുന്നതേ ഉള്ളൂ. ഇത് കണ്ടില്ലേ, കടലൊക്കെ നല്ലതായിട്ട് വെന്ത് പാകത്തിനായി വന്നിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് കണക്ക് വേണേ നമുക്ക് ചെയ്യാനായിട്ട്. ഈ ഒരു കടായിലേക്ക് വലിയൊരു ടേബിൾ സ്പൂൺ നിറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. 1 ടീസ്പൂൺ നമുക്ക് നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് ചൂടായി കഴിയുമ്പോൾ ചെറിയ ജീരകം നമുക്കത് ഇട്ട് കൊടുക്കാം 1 ടീസ്പൂൺ. അതെല്ലാം നന്നായിട്ടൊന്ന് പൊട്ടി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ സവാള, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് അരിഞ്ഞ് വെച്ചേക്കുന്നില്ലേ, അത് നമുക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഒരു ബ്രൗണിഷ് കളറായി വരുന്നത് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഒരു 1/2 ടീസ്പൂൺ ഉപ്പും ഇട്ട് കൊടുക്കണേ. ഒരു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. ലോ ഫ്ലെയിമിൽ വെച്ച് ചെയ്യുവാണെങ്കിൽ സവാളയിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങി വന്ന് കുറച്ച് അധികം സമയം എടുക്കും കേട്ടോ വഴണ്ട് വരാനായിട്ട്. അതുകൊണ്ട് ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. ഇതുപോലെ ആയി കഴിയുമ്പോൾ ഗ്യാസിൻ്റെ ഫ്ലെയിം ലോ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് മസാല ആഡ് കൊടുക്കാം. 1/2 ടീസ്പൂൺ നമുക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 2 ടീസ്പൂൺ നമുക്കാണെങ്കിൽ കശ്മീരി റെഡ് ചില്ലി പൗഡർ ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ നമുക്കാണെങ്കിൽ ചെറിയ ജീരകം വറുത്ത് പൊടിച്ച് ഇട്ട് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ നമുക്ക് ചോലി മസാല ഇട്ട് കൊടുക്കാം. ഇത്രയും സാധനം ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കാം. എണ്ണയൊക്കെ നന്നായി തെളിഞ്ഞ് വന്ന് കഴിയുമ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ചെയ്യണേ. മസാല ഒന്ന് കരിഞ്ഞ് പോകാൻ സൂക്ഷിക്കണം. നമുക്ക് ടൊമാറ്റോ പ്യൂരി നമ്മൾ റെഡിയാക്കി വെച്ചേക്കുന്നില്ല, അത് നമുക്ക് അതിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഈ തക്കാളിയൊക്കെ വെന്ത് എണ്ണയൊക്കെ അതിൻ്റെ തെളിഞ്ഞ് വരുന്നത് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്താൽ മതി കേട്ടോ. ഇനി നമുക്കാണെങ്കിൽ ഒരു തവി ഞാനാണെങ്കിൽ ഇതേപോലെ ചോല എടുത്തിട്ടുണ്ട്. അത് നമുക്ക് നന്നായിട്ടൊന്ന് മാഷ് ചെയ്തെടുക്കാം. നമ്മളെപ്പോഴും ചോല ഉണ്ടാക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നത്തില്ലേ ചോല വേറെ ആയിട്ടും ഗ്രേവി വേറെ ആയിട്ട് കിടക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ അത് വേറെ ആയിട്ട് കിടക്കത്തില്ല കേട്ടോ. നല്ല സ്മൂത്തായിട്ട് നമുക്ക് ഗ്രേവി കിട്ടും. അപ്പോൾ അതേ ചോല നമുക്ക് വെന്ത് അതിട്ട് കൊടുക്കാം. പിന്നെ മാഷ് വെച്ചേക്കുന്ന ചോലയില്ലേ, കടലയില്ലേ, അതും കൂടെ നമുക്ക് മാത്രം ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് വെള്ളത്തിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ ചൂട് വെള്ളമേ ഒഴിച്ചു കൊടുക്കാവുള്ളൂ കേട്ടോ. ഞാൻ 1 കപ്പ് വെള്ളം ചൂടാക്കി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് അതിനകത്തൊന്ന് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. ഇനി നമുക്ക് അതിനകത്താണെങ്കിൽ 1 ടേബിൾ സ്പൂൺ കസൂരി മേത്തി കൈ കൊണ്ടൊന്ന് ക്രഷ് ചെയ്ത് അതും കൂടെ അതിനകത്തൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം. അടച്ച് വെച്ച് കൊടുക്കണേ. നന്നായിട്ട് തിളച്ച് അല്ലെങ്കിൽ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമുക്കത് മേളിൽ കൂടെ കസൂരി മേത്തി ഞാൻ ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടച്ച് നമുക്കത് നന്നായിട്ടൊന്ന് എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്നവരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇത്രയും ഗ്രേവി മതി കേട്ടോ. ഇനി തണുക്കുമ്പോൾ അതൊന്നും കൂടി തിക്കായി വരും ഗ്രേവി. കണ്ടു നല്ല സ്മൂത്തായിട്ട് ഗ്രേവി കിട്ടിയിട്ടുണ്ട് നമുക്ക്. ഇനി ഇതിൻ്റെ മേളിൽ കുറച്ച് മല്ലിയിലയും കൂടെ അരിഞ്ഞതും കൂടെ നമുക്ക് ആത്തോട്ടം ആഡ് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ചോലി നമുക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഭട്ടൂരി റെഡിയാക്കി എടുക്കാം. 2 മണിക്കൂറായിട്ടുണ്ട് കേട്ടോ മാവ് കുഴച്ച് വെച്ചിട്ട്. അപ്പോൾ നമുക്ക് ഭട്ടൂരയുടെ മാവ് നമുക്കൊന്ന് നോക്കാം. ഇത് ചെറിയ ബോൾസ് നമ്മൾ ചപ്പാത്തിക്ക് എടുക്കത്തില്ല, അത്ര കുഞ്ഞായിട്ട് എടുക്കണേ ബോൾസ് എടുക്കാനായിട്ട്. എന്നിട്ട് നമുക്കാണെങ്കിൽ അഥവാ നിങ്ങൾക്ക് അങ്ങനെ ഒട്ടുന്നുണ്ടെന്ന് തോന്നുവാണെങ്കിൽ കുറച്ച് എണ്ണയും തടവിയതിന് ശേഷം നമ്മൾ ഇതുപോലെ പരത്തി കൊടുത്താൽ മതി. ഇപ്പോൾ ആദ്യം നമുക്കിങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ പൊക്കിയെടുത്ത് നമുക്ക് പരത്തി എടുക്കാം. എന്ന് വെച്ചാൽ എടുത്തെടുത്ത് തിരിച്ചിട്ട് പരത്തി എടുക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യുക. അല്ലെങ്കിൽ ഇപ്പം ഇതുപോലെ ഒന്ന് പരത്തുന്ന ഇതില്ലേ, അത് നമുക്കൊന്ന് തിരിച്ച് ഇതുപോലെ ആക്കി കൊടുത്താൽ കനം കുറച്ച് പരത്തണേ. എത്രയും കനം കുറയ്ക്കാൻ പറ്റുന്നോ അത്രയും കനം കുറച്ച് വേണം. എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ എണ്ണ നന്നായി ചൂടാക്കി എടുക്കുക. എണ്ണ നന്നായി ചൂടായി തിളച്ച എണ്ണയിൽ വേണം ഇതിട്ട് വറുത്ത് കോരി എടുക്കാനായിട്ട്. തിരിച്ചും മറിച്ചും ഇട്ടിട്ട് അപ്പോൾ കണ്ടില്ലേ നമ്മുടെ ചോലെ ഭട്ടൂര നമുക്ക് റെഡി ആയിട്ടുണ്ട്. ഭട്ടൂര നമ്മൾ ആയി വന്നിട്ടുണ്ട്. ഇതിപ്പോൾ ഇച്ചിരി കടായി ചെറുതായി പോയി കേട്ടോ എൻ്റെ. അതുകൊണ്ടാണ് ഇച്ചിരി നമുക്ക് എണ്ണയൊക്കെ എടുത്ത് പെട്ടെന്ന് ഒഴിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു. നിങ്ങൾ പറ്റുവാണെങ്കിൽ ഇച്ചിരി വലിയ പാത്രം വേണേ എടുക്കാനായിട്ട്. അങ്ങനെ എടുക്കുവാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ പെട്ടെന്ന് എണ്ണ കോരി ഒഴിക്കാനും പറ്റും. അതിന് നല്ലതായിട്ട് ഒന്നും കൂടെ വീർക്കാനായിട്ടുള്ള സ്ഥലവും കിട്ടും. അപ്പോൾ അതുകൊണ്ടൊന്നും അങ്ങനെ ചെയ്യണേ. അപ്പോൾ ഇതേപോലെ നമുക്ക് പെട്ടെന്ന് ഇതേപോലെ എണ്ണയൊക്കെ കോരി ഒഴിച്ച് കൊടുക്കുവാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് നമ്മുടെ ഭട്ടൂര നമുക്ക് റെഡിയായി കിട്ടും. കണ്ടില്ലേ നല്ലതായിട്ട് എല്ലാ ഭട്ടൂരും നമ്മുടെ ഇതേപോലെ വീർത്ത് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങളും വീട്ടിൽ തീർച്ചയായും ട്രൈ ചെയ്യാൻ പറ്റിയ റെസിപ്പിയാണ്. ട്രൈ ചെയ്ത് നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ അറിയിക്കണം. നിങ്ങൾക്ക് എങ്ങനെ ഇഷ്ടപ്പെട്ടോ ഇല്ലയെന്ന് കമൻറ്റിലൂടെ തീർച്ചയായിട്ടും അറിയിക്കണേ. ഒരു കമൻറ്റ് താഴെ തീർച്ചയായിട്ടും ഇടണം നിങ്ങൾക്ക് എങ്ങനെ എൻ്റെ റെസിപ്പീസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടോ ഇല്ലയോ എന്ന്. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരത്തേക്ക് ബൈ ഫ്രണ്ട്സ്. ഒരെണ്ണം കൂടെ ഞാൻ പൊട്ടിച്ച് കാണിച്ചു തരാം കേട്ടോ എങ്ങനെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ സവാളയൊക്കെ അരിഞ്ഞ് വെച്ചില്ലായിരുന്നു, നാരങ്ങ നീരൊക്കെ ഒഴിച്ച് അതൊന്നും സൈഡിലായിട്ട് സെർവ് ചെയ്തു. അപ്പോൾ ഇങ്ങനെ നമ്മുടെ ചോലയെ ഭട്ടൂര നമുക്ക് റെഡി ആയിട്ടുണ്ട്. സെർവ് ചെയ്യാൻ നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്യുക. നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ഫ്രണ്ട്സ്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ടേക്ക് കെയർ.